സഹോദരങ്ങൾ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ എല്ലാ തെറ്റുകുറ്റങ്ങളും പരിപൂർണമായി നമുക്ക് മാപ്പാക്കി തരുമാറാകട്ടെ. അള്ളാഹുവിനെ തൃപ്തിപ്പെടുത്തി ജീവിച്ച് ഇരുലോകത്ത് വിജയിക്കാൻ അള്ളാഹു നമ്മെല്ലാവരെയും സഹായിക്കുമാറാകട്ടെ. രോഗികളായി വിഷമിക്കുന്ന പ്രയാസപ്പെടുന്ന എല്ലാവരുടെയും എല്ലാവിധ മാനസികവും ശാരീരികവുമായ രോഗങ്ങളും അള്ളാഹു പരിപൂർണമായി ശിഫയാക്കി കൊടുക്കുമാറാകട്ടെ. നമ്മിൽ നിന്ന് വേർപെട്ടുപോയ നമ്മുടെ ബന്ധുക്കൾ, പരിചയക്കാർ, മുസ്ലിമീങ്ങൾ എല്ലാവരുടെയും ആഖിറം അള്ളാഹു നന്നാക്കി കൊടുക്കുമാറാകട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രവാചകന്മാരുടെ ജീവിതം വിശുദ്ധ ഖുർആനിൽ നമുക്ക് വിവരിച്ചു തരുമ്പോൾ അവരുടെ ജീവിതത്തിലുണ്ടായ വ്യത്യസ്തമായ പരീക്ഷണങ്ങളിലും ദുനിയാവിലുണ്ടായ വിവിധ തരത്തിലുള്ള വിഷമങ്ങളിലുമൊക്കെ അവർ അള്ളാഹുവിൽ പ്രതീക്ഷ അർപ്പിച്ചുകൊണ്ട് അള്ളാഹുവിലേക്ക് ഭരമേൽപ്പിച്ചപ്പോൾ, അള്ളാഹുവിലേക്ക് തിരിഞ്ഞപ്പോൾ അള്ളാഹുവിന്റെ പ്രശ്നങ്ങളിൽ ഇടപെടുകയും അവരെ അള്ളാഹു സഹായിക്കുകയും ചെയ്ത സംഭവങ്ങൾ നമുക്ക് വിവരിച്ചു തരുന്നുണ്ട്. സത്യവിശ്വാസികളായ നമുക്ക് മാർഗദർശനം നൽകാൻ വേണ്ടി അള്ളാഹു ഇത്തരം സംഭവങ്ങൾ ഖുർആനിൽ ആവർത്തിച്ച് പറയുന്നതായി കാണാൻ കഴിയും. ദുനിയാവിലെ ജീവിതത്തിൽ വിവിധ തരത്തിലുള്ള ആവശ്യങ്ങളും പരീക്ഷണങ്ങളും പ്രയാസങ്ങളും വിഷമങ്ങളും ഭയങ്ങളുമൊക്കെ സത്യവിശ്വാസികളെ അലട്ടിക്കൊണ്ടിരിക്കും. അത് അള്ളാഹുവിന്റെ ഭാഗത്തുനിന്നുള്ള ഒരു പരീക്ഷണമാണ്. ആ പരീക്ഷണ ഘട്ടങ്ങളിലെല്ലാം നമ്മൾ അള്ളാഹുവിലേക്ക് പരിപൂർണമായി തിരിയുന്നുണ്ടോ എന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല നോക്കിക്കൊണ്ടിരിക്കും. ആത്യന്തികമായി അള്ളാഹുവിന്റെ സഹായവും അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങളും വിജയങ്ങളും അള്ളാഹു മുഅ്മിനീങ്ങൾക്കാണ് നൽകുക. ഖുർആനിൽ അള്ളാഹു ബഹുമാനപ്പെട്ട ശുഐബ് നബി അലൈഹിസ്സലാമിനോട് ആ നാട്ടിലെ അഹങ്കാരികളായ ജനങ്ങൾ പറഞ്ഞ വാക്ക് നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. ഖാലല്ലദീന ഇസ്തക്ബറു ലില്ലദീന ആമനു മിൻ ഖൗമിഹി ലനുഖ്രിജന്നക യാ ശുഐബ്. ആ നാട്ടിലെ അഹങ്കാരികളായ പൊങ്ങച്ചക്കാർ ശുഐബ് നബി അലൈഹിസ്സലാമിനോട് പറയുകയുണ്ടായി, ഏ ശുഐബ്, നിന്നെയും നിന്റെ കൂടെ വിശ്വസിച്ച മുഴുവൻ ആളുകളെയും ഈ രാജ്യത്ത് നിന്ന് നമ്മൾ പുറത്താക്കുക തന്നെ ചെയ്യും. ലനുഖ്രിജന്നക യാ ശുഐബ് വല്ലദീന ആമനു മഅക മിൻ ഖർയതിനാ ഔ ലതഊദുന്ന ഫീ മില്ലത്തിനാ. അല്ലെങ്കിൽ നീ നമ്മളിലേക്ക് മടങ്ങി വരണം, നമ്മൾ ജീവിക്കുന്നത് പോലെ ജീവിക്കണം, ശിർക്ക് ചെയ്യണം. അപ്പോൾ ശുഐബ് നബി അലൈഹിസ്സലാം അവരോട് ചോദിച്ചു, ഖാല അവലൗ കുന്നാ കാരിഹീൻ, ഞങ്ങളത് വെറുക്കുകയാണെങ്കിലും ഞങ്ങൾ അതിലേക്ക് മടങ്ങി വരണമെന്നാണോ പറയുന്നത്? അള്ളാഹുവിന്റെ അതിമഹത്തായ അനുഗ്രഹം കൊണ്ട് അള്ളാഹു ആ ശിർക്കിൽ നിന്ന്, വഴികേടിൽ നിന്ന്, വലാലത്തിൽ നിന്ന് നമ്മളെ രക്ഷപ്പെടുത്തി. നമുക്ക് അള്ളാഹു സന്മാർഗം നൽകി. അള്ളാഹുവിന്റെ അനുമതിയില്ലാതെ, അള്ളാഹുവിന്റെ സഹായമില്ലാതെ ഇതിൽ ഉറച്ചു നിൽക്കൽ പ്രയാസമാണ്. പക്ഷെ ഒരിക്കലും നമ്മൾ സ്വയിഷ്ടപ്രകാരം അതിലേക്ക്, തിന്മയിലേക്ക്, ശിർക്കിലേക്ക് മടങ്ങുകയില്ല. അള്ളാഹുവിന്റെ തീരുമാനം വന്നാലല്ലാതെ, അള്ളാഹു നമ്മളെ കൈവിട്ടാലല്ലാതെ. എന്നിട്ട് ശുഐബ് നബി അലൈഹിസ്സലാം അവരോട് പറയുണ്ടായി, വസിയ റബ്ബുനാ കുല്ല ശൈഇൻ ഇൽമാ അലല്ലാഹി തവക്കൽനാ റബ്ബനാ ഇഫ്തഹ് ബൈനനാ വബൈന ഖൗമിനാ ബിൽ ഹഖ് വ അൻത ഖൈറുൽ ഫാത്തിഹീൻ. അള്ളാഹുവിന്റെ അറിവ് എല്ലാ വസ്തുക്കളിലും വിശാലമായി നിൽക്കുകയാണ്. എല്ലാ കാര്യങ്ങളും സൂക്ഷ്മമായി അറിയുന്നവൻ അള്ളാഹുവാണ്. വസിയ എല്ലാം അള്ളാഹുവിന്റെ മുന്നിൽ വ്യക്തമാണ്, വിശാലമായതാണ്. എല്ലാ കാര്യങ്ങളും എത്രത്തോളം ഓരോ കാര്യങ്ങളെയും നിഗൂഢമായി അള്ളാഹു അറിയുന്നുണ്ട്. അലല്ലാഹി തവക്കൽന, അങ്ങനെയുള്ള അള്ളാഹുവിലേക്കാണ് നമ്മൾ ഭരമേൽപ്പിച്ചിരിക്കുന്നത്. അവനിലേക്കാണ് നമ്മുടെ കാര്യങ്ങളൊക്കെ നമ്മൾ ഏൽപ്പിച്ചിരിക്കുന്നത്. റബ്ബന ഇഫ്തഹ് ബൈനനാ വബൈന ഖൗമിനാ ബിൽ ഹഖ്, നമ്മുടെ രക്ഷിതാവേ, നമുക്ക് നീ വഴികൾ തുറന്നു തരണം. ഞങ്ങളുടെ ഞെരുക്കങ്ങളും പ്രയാസങ്ങളും ഇടുക്കങ്ങളും നീ മാറ്റിത്തരണം. നമുക്കിടയിൽ നീ നല്ലൊരു തീരുമാനം ഉണ്ടാക്കണം. ഞങ്ങളെ വിഷമിപ്പിക്കുന്ന ഈ പ്രയാസകരമായ വാക്കുകൾ, ബുദ്ധിമുട്ടുകൾ, ഇതിൽ നമ്മളെ നീ രക്ഷപ്പെടുത്തണം എന്ന് ശുഐബ് നബി അലൈഹിസ്സലാം അള്ളാഹുവിൽ ഭരമേൽപ്പിച്ചു ദുആ ചെയ്ത ഒരു പ്രതീക്ഷയുടെ പ്രാർത്ഥന അള്ളാഹു നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട്. ദുനിയാവിൽ മനുഷ്യനുണ്ടാകുന്ന, സത്യവിശ്വാസികൾക്ക് ഉണ്ടാകുന്ന ഏത് പ്രതിസന്ധികളിലും പ്രവാചകന്മാരുടെ ജീവിതത്തിൽ നമുക്ക് മാതൃകകൾ കാണാൻ കഴിയും. പ്രവാചകന്മാരെ നമുക്ക് പഠിപ്പിച്ചു തരുന്നത് ജീവിച്ചിരിക്കുന്ന, എപ്പോഴും സഹായിക്കുന്ന, ഉടമസ്ഥനായ, ഖാലിഖായ ഒരു റബ്ബിനെയാണ്. ഏതാവശ്യത്തിലും നമ്മൾ ആ റബ്ബിനെയാണ് വിളിക്കേണ്ടത് എന്ന് ജീവിതത്തിലൂടെ ജീവിച്ച് കാണിച്ചു തന്നു പോയ ആളുകളാണ് പ്രവാചകന്മാർ. അതുകൊണ്ട് തന്നെ മുഅ്മിനീങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു സന്ദർഭത്തിലും മുഅ്മിനീങ്ങൾ അടിപതറുകയില്ല, ഭയപ്പെടുകയില്ല, നിരാശരാവുകയില്ല.
ഏത് പ്രതികൂലമായ സാഹചര്യത്തിലും അവരുടെ ഹൃദയത്തിലുള്ള അള്ളാഹുവിനുള്ള പ്രതീക്ഷയും അള്ളാഹുവിനുള്ള അചഞ്ചലമായ വിശ്വാസവും അവരെ മുന്നോട്ട് നയിച്ചുകൊണ്ടേയിരിക്കും. ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചെന്ന ഈമാൻ അതാണ്. അള്ളാഹു ഖുർആനിൽ ചോദിക്കുന്നുണ്ട്, അമ്മൻ യുജീബുൽ മുദ്തറ ഇദാ ദഅാഹു വയക്ഷിഫു സൂഅ വയജ്അലുകും ഖുലഫാഅൽ അർദ് അയിലാഹും മഅല്ലാഹ് ഖലീലൻ മാ തദക്കറൂൻ. കഷ്ടപ്പെടുന്നവൻ, പ്രയാസപ്പെടുന്നവൻ, ആ പ്രയാസത്തിന്റെ സന്ദർഭത്തിൽ വിളിച്ച് അള്ളാഹുവിനോട് തന്റെ പ്രയാസം പറയുമ്പോൾ ആ പ്രയാസത്തെ മാറ്റി, അവന്റെ വിഷമങ്ങളെ മാറ്റി അവനെ തുറവി കൊടുക്കുന്നവൻ, അവന് വിശാലത കൊടുക്കുന്നവൻ അള്ളാഹു അല്ലാതെ മറ്റാരാണ് ഈ ലോകത്തുള്ളത്? ആർക്കും നിങ്ങൾക്ക് വിശാലത നൽകാൻ സാധ്യമല്ല. ആർക്കും നിങ്ങൾക്ക് സൗകര്യങ്ങൾ ചെയ്തു തരാൻ സാധ്യമല്ല. നിങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിച്ച് നിങ്ങൾക്ക് എളുപ്പമാക്കി തരാൻ ഇലാഹും അല്ലാഹ്, അള്ളാഹു അല്ലാതെ വേറെ ഏതെങ്കിലും ഇലാഹുണ്ടോ എന്ന് അള്ളാഹു ചോദിക്കുകയാണ്. ഖലീലൻ മാ തദക്കറൂൻ. പക്ഷേ ചിന്തിച്ചു ഗുണപാഠ സിദ്ധിക്കുന്നവർ വളരെ കുറവാണ്. അള്ളാഹുവിൽ പ്രതീക്ഷ അർപ്പിച്ചുകൊണ്ട് തന്റെ കാര്യങ്ങൾ അള്ളാഹുവിനോട് പറയുന്നവർ, അതിൽ ഉറച്ചു വിശ്വസിക്കുന്നവർ വളരെ കുറവാണ്. അതിൽ ഗുണപാഠം ഉൾക്കൊള്ളുന്നവർ വളരെ കുറവാണ് എന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നതായി വിശുദ്ധ ഖുർആനിൽ നമുക്ക് കാണാൻ കഴിയും. ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈ ആയത്തിനെ വിശദീകരിച്ചുകൊണ്ട് പറയുണ്ടായി, സലാസു ദഅവാത്തിൻ മുസ്തജാബാത്തുൻ ലാ ശക്ക ഫീഹിന്ന. 3 വിഭാഗം ആളുടെ ദുആ അല്ലാഹു ഉറപ്പായും സ്വീകരിക്കും. ഒരിക്കലും അത് അല്ലാഹു തള്ളിക്കളയുകയില്ല. ദഅവത്തുൽ വാലിദ്, ഒരു പിതാവ് തന്റെ മകന് വേണ്ടി ചെയ്യുന്ന ദുആയാണ്. മാതാപിതാക്കൾ മക്കൾക്ക് വേണ്ടി ചെയ്യുന്ന പ്രാർത്ഥന. അതുപോലെ തന്നെ വദഅവത്തുൽ മുസാഫിർ, യാത്രക്കാരൻ ചെയ്യുന്ന ദുആ. അതുപോലെ തന്നെ വദഅവത്തുൽ മദ്ലൂം, ആക്രമിക്കപ്പെട്ടവന്റെ ദുആ. ആക്രമിക്കപ്പെട്ടവൻ, പ്രയാസപ്പെടുത്തപ്പെട്ടവൻ, പീഡിപ്പിക്കപ്പെട്ടവൻ, അവൻ ചെയ്യുന്ന ദുആ ഒരിക്കലും അല്ലാഹു തള്ളിക്കളയുകയില്ല. ബഹുമാനപ്പെട്ട മുആദ് ബിൻ ജബൽ റളിയല്ലാഹു അൻഹു അവരോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞതാണ്, ഇത്തഖി ദഅവത്തുൽ മദ്ലൂം, ആക്രമിക്കപ്പെട്ടവന്റെ ദുആയെ നീ സൂക്ഷിക്കണം. ഫഇന്ന ബൈനഹാ വ ബൈനല്ലാഹി ഹിജാബ്, അതിന്റെയും അല്ലാഹുവിന്റെയും ഇടയിൽ ഒരു മറയും ഉണ്ടാവുകയില്ല. അത് ഉറപ്പായും അല്ലാഹു സ്വീകരിക്കും എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയുണ്ടായി. അള്ളാഹുവിനെ മനസ്സിലാക്കിയ അടിമകളോട് പറയുകയാണ്, നിങ്ങളുടെ റബ്ബ് വളരെ അടുത്താണുള്ളത്. നിങ്ങളുടെ എല്ലാ പ്രശ്നങ്ങളും അറിയുന്നുണ്ട്. നിങ്ങളെ സഹായിക്കാൻ അവൻ മതിയായവനാണ്. വൈദാ സഅലക ഇബാദി അന്നി ഫഇന്നി ഖരീബ് ഉജീബു ദഅവത്തദ് ദാഇ ഇദാ ദഅൻ ഫൽയസ്തജീബു ലി വൽയുമിനു ബി ലഅല്ലഹും യർഷുദൂൻ. താങ്കളോട് എന്റെ അടിമകൾ ചോദിക്കുകയാണ്, ഞാൻ എവിടെയാണ്? അള്ളാഹുവിനെ മനസ്സിലാക്കിയ ഒരടിമയെ സംബന്ധിച്ചിടത്തോളം അവന്റെ മനസ്സിൽ അള്ളാഹുവിനെ കുറിച്ച് പല ചോദ്യങ്ങളുണ്ടാവും. ഞാൻ അള്ളാഹുവിനോട് എങ്ങനെയാണ് പ്രാർത്ഥിക്കേണ്ടത്? എങ്ങനെയാണ് എന്റെ വിഷയങ്ങൾ പറയേണ്ടത്? ഉറക്കെ പറയണോ, അതല്ല പതുക്കെ പറഞ്ഞാൽ മതിയോ? എപ്പോഴാണ് പറയേണ്ടത്? എങ്ങനെയൊക്കെയാണ് ഞാൻ വിളിക്കേണ്ടത്? അള്ളാഹു പറയാണ്, എന്റെ അടിമകൾ, എന്റെ പ്രിയപ്പെട്ട അടിമകൾ നിന്നോട് എന്നെ കുറിച്ച് ചോദിക്കുമ്പോൾ നീ അവരോട് പറഞ്ഞു കൊടുക്കണം, ഫൈനി ഖരീബ്, ഞാൻ വളരെ അടുത്ത് തന്നെ ഉണ്ട് എന്ന് പറയണം. അഥവാ നീ യഥാർത്ഥ മുഅ്മിനാണെങ്കിൽ നിന്റെ കൂടെ ഞാൻ ഉണ്ടാകും. നീ എനിക്ക് ഉത്തരം നൽകുകയും ഞാൻ പറഞ്ഞതുപോലെ ജീവിക്കുകയും ചെയ്യുകയാണെങ്കിൽ നിന്റെ ഓരോ കാര്യത്തിലും ഞാൻ ഇടപെടും. നിന്റെ ഓരോ വിഷയത്തിലും ഞാൻ നിന്നെ സഹായിക്കും. നിനക്ക് നേരായ വഴി പ്രാപിക്കാൻ കഴിയും എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ആയത്ത് അവതരിപ്പിച്ചത് ഒരു അറാബിയായ മനുഷ്യൻ വന്ന് നബി തങ്ങളോട് ചോദിച്ചപ്പോഴാണ്. അല്ലാഹുവിന്റെ പ്രവാചകരെ, നമ്മുടെ റബ്ബ് വളരെ ദൂരെ മറിഞ്ഞിരിക്കുകയാണെങ്കിൽ നമ്മൾ ഉറക്കെ വിളിക്കേണ്ടി വരുമല്ലോ. നമ്മുടെ റബ്ബ് അടുത്താണെങ്കിൽ നമുക്ക് പതുക്കെ വിളിച്ചാൽ മതിയല്ലോ. എങ്ങനെയാണ് റബ്ബിനെ വിളിക്കേണ്ടത്? അപ്പോഴാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ആയത്ത് അവതരിപ്പിച്ചത്. അഥവാ അല്ലാഹു നമ്മളോട് അടുത്ത് നിൽക്കുകയാണ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഓരോ സ്പന്ദനങ്ങളും അല്ലാഹു അറിയുന്നുണ്ട്. ഓരോ ചലനങ്ങളും നിശ്ചലനങ്ങളും അല്ലാഹു അറിയുന്നുണ്ട്. നമ്മുടെ മനസ്സിന്റെ ചിന്തകളും വസ്വസകളും അല്ലാഹു അറിയുന്നുണ്ട്. അതിനൊക്കെ പരിഹാരം കാണിച്ചു തരാൻ അല്ലാഹുവിനല്ലാതെ ലോകത്താർക്കും സാധ്യമല്ല, ഒരു മഖ്ലൂഖിനും സാധ്യമല്ല എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിലൂടെ നമ്മളെ അറിയിക്കുന്നുണ്ട്. അതുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അല്ലാഹുവിനെ കുറിച്ച് പ്രതീക്ഷയുടെ വാക്കുകളാണ് പരിചയപ്പെടുത്തിയത്. ഇന്ന് അല്ലാഹുവിനെ കുറിച്ച് ആളുകൾക്ക് ആവശ്യങ്ങൾ നേരിടുമ്പോൾ പ്രതീക്ഷ കുറയുകയാണ്. മനുഷ്യന്റെ ജീവിതത്തിൽ ഉണ്ടാകുന്ന വ്യത്യസ്തമായ പ്രശ്നങ്ങൾ, ആവശ്യങ്ങൾ, ഇതൊക്കെ നേരിടുമ്പോൾ മനുഷ്യൻ നിരാശനായി പോകുന്ന, ഭയപ്പെട്ടു പോകുന്ന അവസ്ഥയാണ് ഇന്ന് കാണാൻ കഴിയുന്നത്. അത് ഈമാന്റെ ബലഹീനത കൊണ്ട് സംഭവിക്കുന്നതാണ്. അള്ളാഹുവിനെ നല്ലതുപോലെ മനസ്സിലാക്കാത്തതിന്റെ പേരിൽ സംഭവിക്കുന്നതാണ്.
ഭയപ്പെടുത്തുന്ന രാക്ഷസനായ ഒരു റബ്ബിനെയാണ് ഞങ്ങൾ ചെറുപ്പം മുതലേ പരിചയപ്പെട്ടത് എന്ന് ചില യുവാക്കൾ യുവതികൾ പറയാറുണ്ട്. പക്ഷെ അള്ളാഹുവിനെ കുറിച്ച് പരിചയപ്പെടുത്തിയത് ഇന്നല്ലാഹു ഹയ്യുൻ കരീമുൻ, അള്ളാഹു മാന്യനാണ്, ഏറ്റവും വലിയ മാന്യനാണ് അള്ളാഹു. കരീം എന്ന് പറഞ്ഞാൽ നീ ചെയ്ത എല്ലാ തെറ്റുകളും നിനക്ക് മാപ്പാക്കി നിനക്ക് വീണ്ടും നൽകുന്നവനാണ് അള്ളാഹു. അള്ളാഹു ലജ്ജയുള്ളവനാണ്. എന്താണ് അള്ളാഹുവിന്റെ ലജ്ജ? ഒരടിമ ഇദാ റഫഅ റജുലു ഇലൈഹി യദൈഹി, തന്റെ കൈകൾ അള്ളാഹുവിലേക്ക് ഉയർത്തി, അൻ യറുദ്ദഹുമാ സിഫ്റൻ ഖായിബത്തൈൻ, തന്റെ ഒരു ആവശ്യം അള്ളാഹിന്റെ മുന്നിൽ കൈ ഉയർത്തി അവൻ പറഞ്ഞിട്ട് ആ ആവശ്യം പൂർത്തീകരിച്ചു കൊടുക്കാതെ അവന്റെ കൈകൾ നിരാശമായി മടക്കുന്നത് അള്ളാഹുവിന് വലിയ ലജ്ജയാണ്. ഒരു അടിമ തന്റെ ആവശ്യം അള്ളാഹുവിനോട് പറഞ്ഞിട്ട് ആവശ്യങ്ങളിൽ അള്ളാഹു ഇടപെടാതിരിക്കുക എന്നത് അള്ളാഹുവിന് വലിയ ലജ്ജയുള്ള കാര്യമാണ്. ഉറപ്പായും ഓരോ അടിമകളുടെ വിഷയത്തിലും അള്ളാഹു ഇടപെടും. അതിനാണ് അള്ളാഹ് പ്രവാചകന്മാരുടെ സംഭവങ്ങൾ ഖുർആനിൽ അള്ളാഹു നമുക്ക് പറഞ്ഞു തരുന്നത്. അവരുടെ ജീവിതത്തിൽ ഉണ്ടായിരുന്ന വിവിധ രീതിയിലുള്ള ആവശ്യങ്ങൾ, പ്രശ്നങ്ങളിലൊക്കെ അവർ ആരെയാണ് വിളിച്ചത്? അവർ അള്ളാഹുവിനെ വിളിച്ചു. അള്ളാഹുവിനോട് അവർ ചോദിച്ചപ്പോൾ അള്ളാഹു അവർക്ക് പരിഹാരം നൽകി. അവർ ആ ലോകത്തുള്ള ഒരു മഖ്ലൂക്കിലേക്കും അവർ ആശ്രയിച്ചില്ല. അങ്ങനെ ആശ്രയിക്കാൻ പാടില്ല. അള്ളാഹുവിലേക്കാണ് നമ്മൾ തിരിയേണ്ടത്. അള്ളാഹുവിനെ സംബന്ധിച്ചിടത്തോളം ലോകത്തുള്ളത് മുഴുവനും വളരെ നിസ്സാരമാണ്. ഏത് അവസ്ഥകളെയും, പ്രതികൂലമായ അവസ്ഥകളെ അനുകൂലമാക്കാൻ അള്ളാഹുവിന് കഴിയും. ദുനിയാവിലെ പ്രതികൂലമായ സാഹചര്യങ്ങളും വിവിധ രീതിയിലുള്ള പരീക്ഷണങ്ങളും നമ്മളെ തർബിയത്ത് ചെയ്യാൻ വേണ്ടിയാണ്, നമ്മളെ ഈമാനിയായി പരിവർത്തിപ്പിക്കാൻ വേണ്ടിയാണ്, നമ്മളെ റബ്ബിലേക്ക് അടുപ്പിക്കാൻ വേണ്ടിയാണ്. ബഹുമാനപ്പെട്ട സക്കരിയ നബി അലൈഹിസ്സലാമിന്റെ ഒരു സംഭവം അല്ലാഹു സൂറത്ത് മറിയമിൽ പറയുന്നുണ്ട്. ദിക്റു റഹ്മത്തി റബ്ബിക അബ്ദഹു സക്കരിയ, നിന്റെ റബ്ബിന്റെ കാരുണ്യം സക്കരിയ നബി അലൈഹിസ്സലാമിന് എങ്ങനെയാണ് ലഭിച്ചത് എന്നതിനെ കുറിച്ച് നീ ഓർക്കണം. അതിനെക്കുറിച്ച് നിങ്ങൾ എപ്പോഴും പറയണം, ചിന്തിക്കണം. ഇതിനാദാ റബ്ബഹു നിദാൻ ഖഫിയ, അദ്ദേഹം രഹസ്യമായി തന്റെ റബ്ബിനെ വിളിച്ചു. രാത്രിയിൽ പതുക്കെ തന്റെ റബ്ബിനെ ആരും കാണാതെ എഴുന്നേറ്റ് ദുആ ചെയ്യുകയാണ്. അന്നി മസ്സനി അദ്ദുർ, അന്നി എനിക്ക് വാർദ്ധക്യം പ്രാപിച്ചിരിക്കുകയാണ്, എന്റെ ഭാര്യക്കും വാർദ്ധക്യം പ്രാപിച്ചു, പക്ഷേ എനിക്ക് ഒരു കുഞ്ഞുണ്ടാകണം, അത് ഞാൻ ആഗ്രഹിക്കുകയാണ്. എന്റെ കാലശേഷം ഈ ദീനിന്റെ ദഅവത്തൊക്കെ നടത്താൻ വേണ്ടി ഞാൻ അത് നിന്നിൽ നിന്ന് പ്രതീക്ഷിക്കുകയാണ്. വലമ്മകും ബിദുആഇക റബ്ബി ശഖിയ, എന്റെ കയ്യിലുള്ള ആയുധം നിന്നോട് ദുആ ചെയ്തിട്ട് ഞാൻ ഇതുവരെ പരാജയപ്പെട്ടിട്ടില്ല എന്നതാണ്. അഥവാ എന്റെ ജീവിതത്തിൽ ഒരുപാട് അനുഭവങ്ങളുണ്ട്. ഞാൻ ദുആ ചെയ്തതൊക്കെ നീ എനിക്ക് തന്നിട്ടുണ്ട്, നിന്നോട് ചോദിച്ചതൊക്കെ നീ എനിക്ക് പൂർത്തീകരിച്ചു തന്നിട്ടുണ്ട്. ഇതൊരു യഖീന്റെ വാക്കാണ്, ഇതൊരു ഉറപ്പിന്റെ വാക്കാണ്. ഈ പ്രതീക്ഷയോടുകൂടിയാണ് നമ്മൾ ദുആ ചെയ്യേണ്ടത്. അങ്ങനെ പ്രതീക്ഷയോടുകൂടി നമ്മൾ ദുആ ചെയ്താൽ അള്ളാഹു ഇടപെടുക തന്നെ ചെയ്യും. നമ്മളുടെ ജീവിതത്തിൽ നമ്മൾ നോക്കിയാൽ ഒരുപാട് കാര്യങ്ങളുണ്ട്. നമ്മൾ ഒന്നുമില്ലാതെ ദുനിയാവിൽ വന്ന ആളുകളാണ്. പലപ്പോഴും നമുക്ക് ആവശ്യത്തിനനുസരിച്ച് അള്ളാഹു ഓരോന്നും നൽകി ഇതുവരെ എത്തിച്ചു. ഇപ്പോഴുള്ള ഒരു ചെറിയൊരു വിഷയത്തിലാണ് നമ്മൾ നിരാശരാകുന്നത്, നമ്മൾ ഭയപ്പെടുന്നത്. പക്ഷെ ആ പ്രതിസന്ധിയെയും നമ്മൾ മറികടക്കും. എങ്ങനെയാണ് മറികടക്കുക? ദുആയിലൂടെ മറികടക്കും. അതിന്റെ ആയുധമാണ് അള്ളാഹു നമ്മളെ പഠിപ്പിക്കുന്നത്. സക്കരിയ നബി അലൈഹിസ്സലാമിന്റെ ദുആ, വലമ്മകും ബിദുആഇക റബ്ബി ശഖിയ, നിന്നോട് ദുആ ചെയ്തിട്ട് ഞാൻ ഇതുവരെ പരാജയപ്പെട്ടിട്ടില്ല. ഉടനെ തന്നെ അള്ളാഹു സുബ്ഹാനഹു വ തആല മലക്കുകളെ ഇറക്കി. ആ വാക്ക് അള്ളാഹുവിനെ വലിയ അങ്ങേറ്റം ഇഷ്ടപ്പെട്ടു. അള്ളാഹു ഇടപെട്ടു. അള്ളാഹു പറഞ്ഞു, യാ സക്കരിയ ഇന്നാ നുബശ്ശിറുക ബിഗുലാമിൻ ഇസ്മുഹു യഹ്യ, നിനക്ക് സക്കരിയ, നിനക്കൊരു കുഞ്ഞ് ജനിക്കും. ആ കുഞ്ഞിന്റെ പേര് യഹ്യ എന്നായിരിക്കും. പേര് നിശ്ചയിച്ചുകൊണ്ട് അള്ളാഹു ഒരു കുഞ്ഞിനെ സന്തോഷ വാർത്ത അറിയിക്കുകയുണ്ടായി. അപ്പോൾ സക്കരിയ നബി ചോദിച്ചു, എനിക്ക് എങ്ങനെ കുട്ടി ഉണ്ടാകും? അന്നാ യകൂനു ലി ഗുലാമുൻ വകാനത് ഇംറാത്തി ആഖിറൻ വഖദ് ബലഗ്തു മിനൽ കിബ്രി ഇതിയ, എന്റെ ഭാര്യ മച്ചിയാണ്, പ്രസവിക്കൂല. എനിക്കാണെങ്കിൽ വാർദ്ധക്യത്തിന്റെ അങ്ങേറ്റമാണ്. എന്റെ എല്ലുകൾ നുരുമ്പി ബലഹീനമായി പോയി, നരച്ച് എന്റെ മുടി പ്രകാശിച്ചു പോയി. അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞ മറുപടി സക്കരിയ നബിക്ക് മാത്രമല്ല, നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന ഓരോ വിഷയങ്ങൾക്കുമുള്ള മറുപടിയാണ്. ഖാല കദാലിക ഖാല റബ്ബുക ഹു അലയ്യ ഹയ്യൻ, കാര്യങ്ങളൊക്കെ അള്ളാഹു തീരുമാനിച്ചത് പോലെ മാത്രമേ നടക്കുകയുള്ളൂ. നിന്റെ റബ്ബിനെ സംബന്ധിച്ചിടത്തോളം ഒരു കാര്യം നടപ്പിലാക്കുക എന്ന് പറഞ്ഞാൽ അത് വളരെ എളുപ്പമാണ്. ഒന്നുമില്ലാത്ത അവസ്ഥയിൽ നിന്നെ അള്ളാഹു സൃഷ്ടിച്ച് ഇതുവരെ എത്തിച്ചില്ലേ? പിന്നെ അള്ളാഹു വിചാരിച്ച കാര്യങ്ങൾ നടപ്പിലാക്കാൻ
അള്ളാഹുവിന് പ്രയാസമുണ്ട് എന്നാണ് നീ വിചാരിക്കുന്നത്? അള്ളാഹുവിനെ സംബന്ധിച്ചിടത്തോളം ഒരു കാര്യത്തിലും ഒരു പ്രയാസവുമില്ല. അള്ളാഹ് ഒരു കാര്യം തീരുമാനിച്ചാൽ അത് ഉണ്ടാകുക എന്ന് പറയേ വേണ്ടൂ, അത് ഉണ്ടായിത്തീരും. അത്രത്തോളം അള്ളാഹുവിന് എളുപ്പമാണ് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിലൂടെ നമുക്ക് അറിയിച്ചു തരികയുണ്ടായി. ബഹുമാനപ്പെട്ട യൂനുസ് നബി അലൈഹിസ്സലാമിന്റെ ചരിത്രം അല്ലാഹു അതിന്റെ കൂടെ മറ്റൊരു സ്ഥലത്ത് വിവരിക്കുന്നുണ്ട്. സക്കരിയ നബി അലൈഹിസ്സലാമിന്റെ ചരിത്രം പോലെ തന്നെ അല്ലാഹു വലിയ പ്രാധാന്യത്തിൽ പറയുന്ന ഒരു വിഷയമാണ്. വലിയ പ്രതിസന്ധിയിൽ അകപ്പെട്ടുപോയ യൂനുസ് നബി അലൈഹിസ്സലാം, അദ്ദേഹത്തെ അല്ലാഹു രക്ഷപ്പെടുത്തിയത് അദ്ദേഹത്തിന്റെ ഹൃദയം മുറിഞ്ഞുള്ള പ്രയാസപ്പെട്ടുള്ള ഹൃദയം നുറുങ്ങിയുള്ള പ്രാർത്ഥനയായിരുന്നു. ആ ദുആയിലാണ് അല്ലാഹു അദ്ദേഹത്തിന്റെ വിഷയത്തിൽ ഇടപെടുന്നത്. അദ്ദേഹം കോപിച്ചുകൊണ്ടുപോയി. ഒരു കോപം ഉണ്ടാവും. നമുക്ക് വിചാരിച്ച കാര്യം കിട്ടിയില്ലെങ്കിൽ ജീവിതത്തിന് ആവശ്യങ്ങൾ പലതും ഉണ്ടാവും, പ്രശ്നങ്ങൾ ഉണ്ടാവും. ആ പ്രശ്നങ്ങളിലൊക്കെ മനുഷ്യൻ നിരാശനാകും, പിന്നെ കോപാകുലനാകും. ആ കോപം എല്ലാവരോടും ഉണ്ടാവും, സൃഷ്ടികളോടുണ്ടാവും, സൃഷ്ടാവിനോടുണ്ടാവും. എന്താണ് ഈ ചോദിച്ചിട്ടൊന്നും നടക്കാത്തത്? ഒരുതരം അസ്വസ്ഥത. ആ അസ്വസ്ഥതയിലാണ് യൂനുസ് നബി പുറപ്പെടുന്നത്. അതാണ് അള്ളാഹു പറഞ്ഞത്, നമുക്ക് അദ്ദേഹത്തെ പിടിക്കാൻ പറ്റൂല എന്നാണോ അദ്ദേഹം വിചാരിച്ചത്? അദ്ദേഹത്തെ നാം പിടിച്ചു, സമുദ്രത്തിലേക്ക് വലിച്ചെറിയപ്പെട്ടു, മത്സ്യത്തിന്റെ വയറ്റിന്റെ ഉള്ളിലകപ്പെട്ടു. പക്ഷെ അവിടെ വെച്ചും തന്റെ റബ്ബിനോടുള്ള പ്രതീക്ഷയിൽ യൂനുസ് നബി വിളിക്കുകയാണ്, ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക ഇന്നി കുൻതു മിനൽ ളാലിമീൻ. നിന്റെ പരിശുദ്ധി ഞാൻ വാഴ്ത്തുന്നു, ഞാൻ അക്രമികളിൽപ്പെട്ടവനാണ്. ഇത് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ യൂനുസ് നബി. അല്ലാഹു സുബ്ഹാനഹു വ തആല അള്ളാഹുവിന്റെ അത്ഭുതകരമായ ഇടപെടലിലൂടെ യൂനുസ് നബി അലൈഹിസ്സലാമിനെ ആ മത്സ്യത്തിന്റെ വയറ്റിൽ നിന്ന് രക്ഷപ്പെടുത്തുകയുണ്ടായി. ഇതുപോലെ ഓരോ മുഅ്മിനീങ്ങളെയും ഓരോ പ്രതിസന്ധിയിലും നാം സഹായിക്കുക തന്നെ ചെയ്യുമെന്നാണ് അള്ളാഹ് പറയുന്നത്. പ്രതീക്ഷ ആരിലാണ് നമ്മുടെ ഹൃദയത്തിലുള്ളത്? അള്ളാഹുവിലാണ് നമ്മൾ പ്രതീക്ഷ വെക്കേണ്ടത്. അള്ളാഹുവിലാണ് നമ്മൾ അഭയം പ്രാപിക്കേണ്ടത്. ലോകത്തുള്ള ഒരു സൃഷ്ടികളിലും അഭയം പ്രാപിച്ചതുകൊണ്ട് നമ്മുടെ പ്രശ്നങ്ങൾ ശരിയാവൂല. ഒരു കാര്യവും നേരെയാക്കിയത് കൊണ്ട് നമ്മുടെ കാര്യം നേരെയാവൂല. നമ്മുടെ കാര്യം നേരെയാകണമെങ്കിൽ അള്ളാഹുമായിട്ടുള്ള ബന്ധം നേരെയാകണം. നമ്മൾ ആയിരക്കണക്കിന് കാര്യങ്ങൾ നേരെയായില്ല, പിന്നെയും നേരെയാക്കാൻ നമ്മളോട് പറയുകയാണ്, അത് ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ അള്ളാഹുവിനോടുള്ള ബന്ധം നേരെയാക്കാൻ നമ്മൾ ശ്രമിക്കുന്നില്ല. അള്ളാഹുവിനോടുള്ള ബന്ധം നേരെയാക്കാൻ നമ്മൾ ശ്രമിച്ചിട്ടില്ലെങ്കിൽ നമ്മൾ എന്തെല്ലാം ശരിയാക്കാൻ ശ്രമിച്ചാലും അള്ളാഹു നമ്മളെ കൈവിട്ട് കഴിഞ്ഞാൽ ആർക്കും നമ്മളെ സഹായിക്കാൻ സാധ്യമല്ല. അതുകൊണ്ട് അള്ളാഹുമായിട്ടുള്ള ബന്ധമാണ് നമ്മൾ നന്നാക്കേണ്ടത്. അള്ളാഹുമായിട്ടുള്ള ബന്ധം നന്നാക്കി കഴിഞ്ഞാൽ അള്ളാഹു നഷ്ടപ്പെടുത്താതെ അള്ളാഹു സംരക്ഷിക്കും, അള്ളാഹു വീണ്ടും വർദ്ധിപ്പിച്ചു തരും എന്ന് അള്ളാഹു ഖുർആനിൽ പറയുന്നുണ്ട്. രോഗാവസ്ഥയിൽ അയ്യൂബ് നബി ചെയ്ത ദുആ അല്ലാഹു പഠിപ്പിക്കുന്നുണ്ട്. വഅയ്യൂബ ഇദ് നാദാ റബ്ബഹു അന്നി മസ്സനി അദ്ദുറു വഅൻത അർഹമുർ റഹീമീൻ. കഷ്ടപ്പാടുകളും പ്രയാസവും വരുമ്പോൾ ശൈത്താന്റെ സ്വാധീനം ഇല്ലാതെ ഉണ്ടാവും. രോഗങ്ങളുടെ സമയത്ത്, അതുപോലെ തന്നെ പ്രയാസങ്ങൾ ഉണ്ടാകുമ്പോൾ മനുഷ്യന്റെ ഈമാൻ നശിപ്പിക്കാൻ പലതും മനുഷ്യനെ കൊണ്ട് ശൈത്താൻ പറയിപ്പിക്കും. അത് വലിയൊരു പ്രൂഫാണ്. നാളെ ആഖിറത്തിൽ വലിയൊരു തെളിവാണ്. നമ്മുടെ ഹൃദയത്തിൽ ഈമാൻ ഇല്ല എന്നതിന്റെ വലിയ തെളിവ് ശൈത്താൻ ഉണ്ടാക്കും. പ്രയാസങ്ങളും കഷ്ടതകളും ഞെരുക്കങ്ങളും വരുമ്പോഴാണ് ശിർക്കിന്റെ വാക്കുകൾ നമ്മളെ കൊണ്ട് പറയിപ്പിക്കുക, വഴികേടിന്റെ വാക്കുകൾ നമ്മളെ കൊണ്ട് പറയിപ്പിക്കുക. അങ്ങനെ നമ്മളെ വഴികെടുത്തും. അതാണ് അയ്യൂബ് നബി പറഞ്ഞത്, അന്നി മസ്സനിയ ശൈത്താൻ. ഈ കഷ്ടതയിൽ ശൈത്താൻ എന്നെ വല്ലാതെ അടങ്ങാറാക്കുന്നുണ്ട്. ശൈത്താൻ മനുഷ്യനെ രോഗാവസ്ഥയിലും കഷ്ടതയിലും ഞെരുക്കത്തിലും നന്ദികേടിന്റെ വാക്കുകൾ പറയിപ്പിക്കും. നാളെ ആഖിറത്തിൽ അത് വലിയ അപകടത്തിന് കാരണമാകും. അതാണ് അയ്യൂബ് നബി പറഞ്ഞത്, അന്നി മസ്സനി അദ്ദുറു വഅൻത അർഹമുർ റഹീമീൻ. എനിക്കൊരു കഷ്ടത വന്നുപോയി, നീ കാരുണ്യവാനിൽ ഏറ്റവും വലിയ കരുണയുള്ളവനാണ്. അള്ളാഹു ഉടനെ ഇടപെടുകയാണ്. അള്ളാഹുവിന് ഇങ്ങനെയുള്ള ദുആയാണ് അള്ളാഹ്ക്ക് ഇഷ്ടം. പ്രതീക്ഷയോടുകൂടിയുള്ള ദുആകൾ അള്ളാഹു അങ്ങേറ്റം ഇഷ്ടപ്പെടുകയാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല ഫസ്തജബ്നാ ലഹു ഫകശഫ്നാ മാ ബിഹി മിൻ ദുർരിൻ. അദ്ദേഹത്തിന്റെ കഷ്ടത നാം മാറ്റിക്കൊടുത്തു, അദ്ദേഹത്തിന് നഷ്ടപ്പെട്ടതൊക്കെ നമ്മൾ തിരിച്ചു നൽകി. വമിസ്ലഹും മഅഹും റഹ്മത്തൻ മിൻ ഇൻദിനാ. നമ്മുടെ കാരുണ്യമായി അതിൽ കൂടുതൽ നാം നൽകി, വളരെ കൂടുതൽ നാം നൽകി. വദിക്റാ ലിൽ ആബിദീൻ. അല്ലാഹുവിനെ അനുസരിച്ച് ജീവിക്കുന്ന അടിമകൾക്ക് ഇതിൽ വലിയ ഗുണപാഠമുണ്ട്. സത്യത്തിൽ ഈമാൻ എവിടെ പോയി? ആളുകളുടെ ഈമാൻ നഷ്ടപ്പെട്ടു പോയി. ആളുകള് നിരാശരാവുകയാണ്, സങ്കടപ്പെടുകയാണ്, ഭയപ്പെടുകയാണ്. അല്ലാഹു പറയാണ്, അല്ലാ തഖാഫു വലാ തഹ്സനു. നിങ്ങൾ ഭയപ്പെടരുത്, നിങ്ങൾ നിരാശരാകാൻ പാടില്ല. നിങ്ങളാണ് ഏറ്റവും അത്യുന്നതയിലുള്ളവർ. നിങ്ങൾ മുഅ്മിനീങ്ങളാണെങ്കിൽ യഥാർത്ഥ ഈമാൻ ഹൃദയത്തിൽ ഉണ്ടാകണം. ഈമാൻ എവിടെ പോയി?
പ്രയാസങ്ങൾ വരുമ്പോൾ മനുഷ്യന് ഈമാൻ നഷ്ടപ്പെട്ടു പോവുകയാണ്. അള്ളാഹുവിന് ഒരു ബഹുമാനവും ഇല്ല, അള്ളാഹ്ക്ക് ഒരു സ്ഥാനവും ഇല്ല. മനുഷ്യൻ അള്ളാഹുമായിട്ടുള്ള ബന്ധം നേരെയാക്കാതെ ദുനിയാവിന്റെ ഒരു പ്രശ്നവും നേരെയാക്കാൻ നമുക്ക് സാധ്യമല്ല. നിന്നെ അള്ളാഹ് എന്തെങ്കിലും രീതിയിൽ ബുദ്ധിമുട്ടിപ്പിക്കാൻ ഉദ്ദേശിച്ചാൽ ആ പ്രയാസം ഒരിക്കലും മാറ്റാൻ നിന്നെ കൊണ്ട് സാധ്യമല്ല. നിനക്ക് അള്ളാഹു എന്തെങ്കിലും ഒരു ഖൈറ് തരാൻ തീരുമാനിച്ചാൽ ആ ഖൈറിനെ തട്ടിമാറ്റാനും ഈ ലോകത്ത് ആർക്കും സാധ്യമല്ല. യുസീബു ബിഹി മൻ യശാഉ മിൻ ഇബാദി ഖൈറും ശർറും ഒക്കെ അള്ളാഹു തീരുമാനിക്കുന്നത് പോലെ അവന്റെ അടിമകളിൽ സംഭവിക്കുക തന്നെ ചെയ്യും. അള്ളാഹു വളരെ കരുണയുള്ളവനാണ്, പൊറുക്കുന്നവനാണ്. അള്ളാഹുവായിട്ടുള്ള ബന്ധം നന്നാക്കിയാൽ എല്ലാം ശരിയാവും. അല്ലെങ്കിൽ നമ്മൾ ഖുർആനിൽ പറഞ്ഞ ഒരു ഉദാഹരണം, നമ്മളുടെ അവസ്ഥ, നമ്മൾ ബാക്കി എല്ലാ കാര്യങ്ങളും ശരിയാക്കാൻ ശ്രമിക്കുന്നുണ്ട്, അതിനുവേണ്ടി ഓടി നടക്കുന്നുണ്ട്, എന്തധ്വാനം നമ്മൾ ചെയ്യുന്നുണ്ട്. പക്ഷേ അള്ളാഹുവായിട്ടുള്ള ഇടപാടുകൾ, അള്ളാഹുവായിട്ടുള്ള ബന്ധങ്ങൾ നന്നാക്കിയിട്ടില്ലെങ്കിൽ നിന്റെ അവസ്ഥ ഒരു കിണറിന്റെ വക്കിൽ പോയി നീ വെള്ളമേവാ എന്ന് പറയുന്നത് പോലെയാണ്. ലഹു ദഅവത്തുൽ ഹഖ്, സത്യത്തിൽ അള്ളാഹുവിനോടാണ് നീ പ്രാർത്ഥിക്കേണ്ടത്, അള്ളാഹുവിനോടാണ് നിന്റെ കാര്യങ്ങൾ നീ പറയേണ്ടത്. വല്ലദീന യസ്തജീബൂന മിൻ ദൂനിഹി, അള്ളാഹു അല്ലാത്ത ആളുകളോട് ആരെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ വല്ലദീന യദ്ഊന മിൻ ദൂനിഹി ലാ യസ്തജീബൂന ലഹും ബിശൈഇൻ ഇല്ലാ കബാസിതി കഫൈഹി ഇലൽ മാഇ ലിയബ്ലുഗ ഫാഹു വമാ ഹുവ ബിബാലിഗ്. ഒരിക്കലും ഒരു കടലിന്റെ അടുത്ത് പോയിട്ട് നിന്നിട്ട് വെള്ളമേ വാന്ന് പറഞ്ഞാൽ വെള്ളം നിന്റെ വായിലോട്ട് വരൂല. ഇതേപോലെയാണ് ലോകത്ത് അള്ളാഹു അല്ലാത്ത എല്ലാ കാര്യങ്ങളും നീ നേരെയാക്കാൻ ശ്രമിച്ചാൽ നിന്റെ കാര്യം നേരെയാകൂല. അള്ളാഹുമായിട്ടുള്ള ബന്ധം നേരെയാക്കിയാൽ ബാക്കി എല്ലാ അസ്ബാബുകളും അള്ളാഹു ഒരുമിച്ച് കൂട്ടും, അള്ളാഹു എളുപ്പാക്കും, അള്ളാഹു വഴികൾ തുറന്നു തരും എന്ന് ഖുർആനിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നതായി കാണാൻ പറ്റും. അതുകൊണ്ട് അള്ളാഹുമായിട്ടുള്ള ബന്ധം നന്നാക്കാൻ ഒരാൾക്ക് കഴിയുന്നില്ലെങ്കിൽ അയാള് തൂങ്ങി മരിക്കട്ടെ എന്നുള്ള പറയുന്നത്. പിന്നെ നിന്റെ ഏത് കാര്യത്തിൽ ശരിയാക്കാൻ ശ്രമിച്ചിട്ടും ശരിയാവൂല. ഒന്നല്ല ആയിരക്കണക്കിന് പ്രശ്നങ്ങൾ ഇതിന്റെ പിന്നിൽ ഇനിയും വരും. അള്ളാഹുമായിട്ടുള്ള ബന്ധം ശരിയാക്കി കഴിഞ്ഞാൽ അള്ളാഹു എല്ലാ കാര്യങ്ങളും അള്ളാഹു എളുപ്പാക്കും, അള്ളാഹു എല്ലാ കാര്യങ്ങളും അള്ളാഹു എളുപ്പമാക്കും എന്ന് ഖുർആനിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല ആവർത്തിച്ച് പറയുന്നുണ്ട്. ഉദ്ഉല്ലാഹ വഅൻതും മൂഖിനൂന ബിൽ ഇജാബ, നിങ്ങൾ ദുആ ചെയ്യുമ്പോൾ, അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങൾ ഉറപ്പോടുകൂടി പ്രാർത്ഥിക്കണം, ഉത്തരം കിട്ടുമെന്നുള്ള പ്രതീക്ഷയോടുകൂടി പ്രാർത്ഥിക്കണം. അള്ളാഹു എന്നെ സഹായിക്കാൻ മതിയായവനാണ് എന്ന പ്രതീക്ഷയോടുകൂടി നിങ്ങൾ ദുആ ചെയ്യണം എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മളെ ഉണർത്തിയിട്ടുണ്ട്. ബഹുമാനപ്പെട്ട യാക്കൂബ് നബി അലൈഹിസ്സലാമിന്റെ സങ്കടങ്ങളും ദുഃഖങ്ങളും യാക്കൂബ് നബി പറഞ്ഞതല്ല പറയുന്നുണ്ട്. ഖാല ഇന്നമാ അശ്കൂ ബസ്സി വഹുസ്നി ഇലല്ലാഹ് വഅലമു മിനല്ലാഹി മാ ലാ തഅലമൂൻ. യാക്കൂബ് നബി അലൈഹിസ്സലാം പറഞ്ഞു, എന്റെ വ്യസനവും എന്റെ വേവലാതിയും ഒക്കെ ഞാൻ സങ്കടം പറയുന്നത് ഒരേ ഒരുവനോടാണ്, ഇലല്ലാഹ്, അല്ലാഹുവിനോട് മാത്രമാണ്. ഇന്നമാ അശ്കൂ ബസ്സി വഹുസ്നി ഇലല്ലാഹ് വഅലമു മിനല്ലാഹി മാ ലാ തഅലമൂൻ. എന്നിട്ടാണ് മക്കളോട് പറയുന്നത്, ഞാൻ അള്ളാഹുവിനോട് ഏൽപ്പിച്ച ഒരു കാര്യമാണ്, ഇത് അള്ളാഹു എനിക്ക് പൂർത്തീകരിച്ചു തരും എന്ന ഉറപ്പെന്റെ ഹൃദയത്തിലുണ്ട്. അതുകൊണ്ട് നിങ്ങൾ പോ മക്കളെ, നിങ്ങൾ യൂസുഫിനെ അന്വേഷിക്ക്, സഹോദരനെയും അന്വേഷിക്ക്. ലാ തയസു മിൻ റൗഹില്ലാ, നിങ്ങൾ അള്ളാഹുവിന്റെ കാരുണ്യത്തിൽ നിരാശപ്പെടാൻ പാടില്ല. അള്ളാഹു നമ്മളെ കൈവിടും എന്ന് നിങ്ങൾ വിചാരിക്കരുത്. അങ്ങനെ അള്ളാഹുവിൽ ആരെങ്കിലും നിരാശപ്പെട്ടു കഴിഞ്ഞാൽ ഇന്നഹു ലാ യയസു മിൻ റൗഹില്ലാ ഇല്ലൽ ഖൗമുൽ കാഫിറൂൻ, അവന്റെ പേരാണ് കാഫിർ. അള്ളാഹുവിൽ പ്രതീക്ഷയില്ലാത്ത ആളുകൾക്ക് പറയുന്ന പേരാണ് കാഫിരീങ്ങൾ എന്ന് അള്ളാഹു നമുക്ക് പഠിപ്പിച്ചു തരികയാണ്. ഇന്ന് പ്രതീക്ഷയില്ലാത്ത ആരാണ്? മുസ്ലിമീങ്ങളാണ് ഏറ്റവും കൂടുതൽ പ്രതീക്ഷയില്ലാത്ത ആളുകളായി ഇന്ന് മാറിപ്പോയിരിക്കുന്നത്. നഊദു ബില്ലാഹ്. അള്ളാഹുവിൽ പ്രതീക്ഷയുണ്ടെങ്കിൽ ഇത്ര വലിയ അസ്വസ്ഥത മുസ്ലിമീങ്ങളിൽ കാണൂല. അള്ളാഹുവായിട്ടുള്ള ബന്ധം നേരെയാണെങ്കിൽ ഇത്രയും വലിയ ബേജാറ് മുസ്ലിമീങ്ങളിൽ കാണൂല. അള്ളാഹു പറയാണ്, നിനക്ക് നിരാശ തോന്നുന്നുണ്ടെങ്കിൽ, അള്ളാഹു നിന്റെ വിഷയത്തിൽ ഇടപെടും എന്ന് നിനക്ക് നിരാശ തോന്നുന്നുണ്ടെങ്കിൽ അത് കാഫിറിന്റെ ലക്ഷണമാണ്, കുഫറിന്റെ ലക്ഷണമാണ്. ബഹുമാനപ്പെട്ട ഇബ്രാഹിം നബി അലൈഹിസ്സലാം പറഞ്ഞത് ഖുർആനിൽ അല്ലാഹു പറയുന്നുണ്ട്. ഖാലു ബശർനാക ബിൽ ഹഖ് ഫലാ തകും മിനൽ ഖാനിതീൻ. വന്നവര് മലക്കുകൾ പറഞ്ഞു, നിങ്ങൾക്ക് ഞങ്ങൾ സന്തോഷ വാർത്ത അറിയിക്കുന്നത് സത്യസന്ധമായ ഒരു സന്തോഷ വാർത്തയാണ്, അതുകൊണ്ട് നിങ്ങൾ ആശ മുറിഞ്ഞു പോകരുത്, നിരാശപ്പെട്ടു പോകാൻ പാടില്ല. അപ്പം ഇബ്രാഹിം നബി പറഞ്ഞു, ഖാല വമൻ യഖ്നതു മിർ റഹ്മത്തി റബ്ബിഹി ഇല്ല ളാല്ലൂൻ. വഴി പിഴച്ചവരല്ലാതെ ആരാണ് നിരാശപ്പെടുക? വഴികെട്ടതിന്റെ ലക്ഷണാണ് നിരാശയും ഭയവും വെപ്രാളവും ബേജാറും.
അതേപോലെ തന്നെ കാഫിറായി കുഫ്ർ ഹൃദയത്തിലുണ്ട് എന്നതിന്റെ ലക്ഷണമാണ് ഒരു മനുഷ്യന് നിരാശയും ബേജാറും വെപ്രാളവും എന്ന് ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് പഠിപ്പിച്ചു തരികയാണ്. നമ്മുടെ നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സ്വന്തം രാജ്യത്തിൽ നിന്ന് മക്കത്ത് നിന്ന് പുറത്താക്കി. അങ്ങനെ രാജ്യം വിട്ട് നബി തങ്ങൾ പോകുന്ന സന്ദർഭത്തിൽ ഗുഹാമുഖത്ത് അബൂജഹലും കൂട്ടരും വന്നു. ആ ഗുഹാമുഖത്ത് അവർ നിൽക്കുമ്പോൾ അബൂബക്കർ നബി തങ്ങളോട് പറഞ്ഞു, നമ്മൾ കുടുങ്ങും, നമ്മൾ പ്രയാസപ്പെടും. അള്ളാഹുവിന്റെ പ്രവാചകൻ ആ സമയത്ത് പറഞ്ഞ വാക്ക് വിശുദ്ധ ഖുർആനിൽ അള്ളാഹു നമുക്ക് പഠിക്കാൻ വേണ്ടി എടുത്തുദ്ധരിച്ചു. നബി തങ്ങൾ പറഞ്ഞ വാക്കാണ് എപ്പോഴും നമ്മൾ പറയേണ്ടത്. ലാ തഹ്സൻ ഇന്നല്ലാഹ മഅനാ, നീ വ്യസനിക്കരുത്, നിശ്ചയം അള്ളാഹു നമ്മുടെ കൂടെയുണ്ട്, അള്ളാഹു നമ്മളെ സംരക്ഷിക്കും, അള്ളാഹു നമ്മളെ സഹായിക്കും. ആ പ്രതീക്ഷയാണ് അള്ളാഹു വഴികൾ തുറന്നു കൊടുത്തത്. ആ യഖീനാണ് അള്ളാഹു കാര്യങ്ങൾ എളുപ്പമാക്കി കൊടുത്തത്. ആ ഗുഹാമുഖത്തെത്തിയിട്ടും അവർക്ക് നിബിതങ്ങളെയും അബൂബക്കർ റളിയല്ലാഹു അൻഹുകളെയും രോമത്തെ പോലും തൊടാൻ അവർക്ക് സാധിച്ചില്ല. അള്ളാഹുമായിട്ടുള്ള ബന്ധം ഒരു മനുഷ്യൻ നന്നാക്കി കഴിഞ്ഞാൽ അവന്റെ കാര്യങ്ങളൊക്കെ പിന്നെ അള്ളാഹു എളുപ്പമാക്കും. നമ്മളോട് പറഞ്ഞ കാര്യങ്ങൾ നമ്മൾ ചെയ്യണം, അള്ളാഹുമായിട്ടുള്ള ബന്ധം നന്നാക്കണം. നിബിതങ്ങൾ ഖുദ്സിയായ ഒരു ഹദീസിൽ പറയുന്നുണ്ട്, അന ഇൻദല്ലി അബ്ദി ബി, അല്ലാഹു പറയാണ്, എന്റെ അടിമ എന്നെ കുറിച്ച് എങ്ങനെ വിചാരിക്കുന്നോ അതേപോലെയാണ് ഞാൻ അവനോട് പെരുമാറുക. അള്ളാഹുവിനെ കുറിച്ച് നമ്മൾ എങ്ങനെ വിചാരിക്കുന്നോ അതുപോലെ അള്ളാഹു ഇടപെടും. അള്ളാഹു എന്നെ സഹായിക്കും എന്ന പ്രതീക്ഷ ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും എന്നെ അള്ളാഹു സഹായിക്കും. എന്നെ സഹായിക്കോ ഇല്ലേ എന്ന സംശയത്തിലാണെങ്കിൽ ഒരിക്കലും സഹായിക്കൂല. അവൻ അവന്റെ മനസ്സിൽ എന്നെ ഓർത്താൽ എന്റെ മനസ്സിൽ ഞാൻ അവനെ ഓർക്കുമെന്ന് അള്ളാഹു പറയുകയാണ്. അവനൊരു സദസ്സിൽ വെച്ച് എന്നെ കുറിച്ച് പറഞ്ഞാൽ അതിനേക്കാൾ ശ്രേഷ്ഠമായ മലക്കുകളുടെ സദസ്സിൽ വെച്ച് അവനെ ഞാൻ ഓർക്കും. അവനൊരു ചാണനിലേക്ക് എടുത്താൽ ഞാൻ അവനിലേക്ക് ഒരു മുഴമെടുക്കും. അവനിലേക്ക് ഒരു മുഴമെടുത്താൽ ഞാൻ അവനിലേക്ക് ഒരു മാറെടുക്കും. അവൻ എന്നിലേക്ക് നടന്നു വന്നാൽ ഞാൻ അവനിലേക്ക് ഓടിയെടുക്കും എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല അറിയിക്കുന്നുണ്ട്. അതുകൊണ്ട് അള്ളാഹുവിലേക്ക് മടങ്ങി തങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിച്ച പ്രവാചകന്മാരുടെ സംഭവങ്ങളും സഹാബാക്കളുടെ ചരിത്രങ്ങളും ഒക്കെ വിശുദ്ധ ഖുർആനിലൂടെ അള്ളാഹു നമുക്ക് വിവരിച്ചു തരുന്നത് നമ്മുടെ ജീവിതത്തിന്റെ വഴിത്താരയിൽ എന്തെല്ലാം ആവശ്യങ്ങളും പ്രയാസങ്ങളും പ്രതിസന്ധികളിലൂടെയൊക്കെ നമ്മൾ കടന്നു പോകുന്നു, അതിനൊക്കെ ഉള്ള വ്യക്തമായ ഒരു മാർഗനിർദ്ദേശമായിട്ടാണ്. അതുകൊണ്ട് അതൊക്കെ മനസ്സിലാക്കാനും ജീവിതത്തിൽ പകർത്താനും യഥാർത്ഥ ഈമാൻ ഉണ്ടാക്കി ആ ഈമാനിലൂടെ ദുനിയാവിലും ആഖിറത്തിലും അള്ളാഹുവിന്റെ സഹായം കരസ്ഥമാക്കാനും അള്ളാഹു നമുക്കും ലോകത്തുള്ള മുഴുവൻ മുസ്ലിം ഉമ്മത്തിനും അള്ളാഹു സൗഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വാഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.